ആഗ്രഹിച്ചു വെച്ച വീട് നഷ്ടപ്പെടാതിരിക്കാൻ സമ്മാന കൂപ്പൺ ഇറക്കി വീട്ടുടമസ്ഥൻ. തിരുവനന്തപുരം ഊരൂട്ടമ്പലം സ്വദേശി ആനന്ദ് ബാബുവാണ് വീട് ജപ്തിയാകാതിരിക്കാൻ അറ്റകൈ പ്രയോഗം നടത്തുന്നത്. ഇലക്ട്രിക്കൽ കട നടത്തിയിരുന്ന ആനന്ദ് ബാബു രോഗബാധിതനായതോടെയാണ് കുടുംബം വലിയ കടത്തിലേക്ക് പോയത്. ആദ്യമായി നട്ട പ്ലാവ് നിറയെ ചക്ക കായ്ച്ചു. ആത്തിപ്പഴം കിളികൊത്താറായി. പിച്ചിമരം വെള്ളം കിട്ടാതെ വാടിത്തുടങ്ങിയത് കണ്ട് ശോഭ വെള്ളം നനച്ചു. എട്ട് വർഷം മുമ്പാണ് ആനന്ദ് ബാബുവും ഭാര്യ ശോഭയും കുടുംബ വീടിരുന്നെടുത്ത് പുതിയ വീട് വെച്ചത്. സ്വർണം വിറ്റും കൂട്ടിവെച്ചതും കടം വാങ്ങിയുമൊക്കെ വീട്ടിൽ കയറിക്കൂടി. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വെച്ച വീടല്ലേ, ഒരു പപ്പ കൊടുത്ത സ്ഥലത്താണ് നമ്മൾ ആഗ്രഹിച്ച് വെച്ചതാണ്. എൻ്റെ സ്വർണ്ണമെല്ലാം വിറ്റും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ എടുത്തും പിന്നെ അതുപോലെ എനിക്ക് വട്ടപ്പാറ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റാണ് ഈ വീട് വെച്ചത് തന്നെ. അപ്പം ഇത് വളരെ നമുക്ക് താമസിക്കാനായിട്ട് നമ്മൾ വളരെ ആഗ്രഹത്തോടെ വെച്ചൊരു വീടാണ്. അപ്പോൾ അത് പെട്ടെന്ന് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു വേദനയുണ്ട്. ഇലക്ട്രീഷ്യനായ ആനന്ദ് ബാബുവിനെ രോഗം ബാധിച്ചതോടെ ജോലിക്ക് പോകാൻ പറ്റാതെയായി. 2018 കട തുടങ്ങാൻ തീരുമാനിച്ചു. ബാങ്ക് വായ്പ 8 ലക്ഷം രൂപ എടുത്തു. കോവിഡ് കാലത്താണ് തന്നെ ബാധിച്ചത് ആമവാദമാണെന്ന് തിരിച്ചറിഞ്ഞത്. ഒരു വർഷത്തോളം ആദ്യം ഞാൻ അലോപ്പതി ചികിത്സയായിരുന്നു. ഒരു വർഷം അലോപ്പതി ചികിത്സ സമയത്ത് തന്നെ ഞാൻ ഈ 8 ലക്ഷം ലോൺ ഉണ്ടായിരുന്നു, 15 ലക്ഷമായി. 15 ലക്ഷം ആയപ്പോൾ മാസം അടവ് 20,000 അടവായി. ആ സമയത്ത് തന്നെ എനിക്ക് വീണ്ടും ബുദ്ധിമുട്ടായി. ഞാൻ ഒരു 6 മാസത്തോളം പൂജപ്പുര ആയുർവേദ ആശുപത്രിയിൽ അവിടെ കിടന്ന് ചികിത്സയ്ക്കുണ്ട് മുമ്പ്. അവിടെ കിടന്നിട്ട് തിരിച്ചു വിടുന്ന സമയത്ത് വീണ്ടും ബുദ്ധിമുട്ടായി, നല്ല രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഒരു 9 മാസം കൊണ്ട് പൈസ അടയ്ക്കൊക്കെ ഇല്ല. അങ്ങനെ ഇപ്പോഴത് ഒരു 65-ന് വെളിയിലായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ വേറെയും ബിസിനസ് ലോൺ എടുത്ത് ഓൺലൈൻ ലോൺ എടുത്ത് എല്ലാം കൂടി ആശുപത്രി 90 ലക്ഷത്തിൻ്റെ ബാധ്യത ഇപ്പോൾ ഉണ്ട്. രോഗശൈലിയിൽ വർഷങ്ങൾ, ചിലവുകൾക്ക് പിന്നെയും വായ്പ എടുത്തു. കടം പെരുകി. വേറെ പിന്നെ വീട് വിൽക്കാൻ നോക്കി കഴിഞ്ഞാൽ, കാരണം വീട് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ വേറെ സ്ഥലമില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതെങ്ങനെ വീട് തിരിച്ച് കിട്ടണം ആ ഒരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൂപ്പൺ ഇറക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഒരു 500 രൂപ കൂപ്പണാണിത്. അപ്പോൾ എടുത്ത് സഹായിക്കാന്നുള്ള എടുത്ത് സഹായിക്കാം, വേറെ ഒരു മാർഗ്ഗവും ഇല്ല. ജപ്തിയുടെ വക്കിലെത്തിയപ്പോഴാണ് സമ്മാന കൂപ്പൺ ആശയം തോന്നിയത്. 500-ന്റെ 20,000 എണ്ണം. സമ്മാനമൊഴികെ കിട്ടുന്നത് കടം വീട്ടാൻ. ചെയ്യുന്നത് നിയമവിരുദ്ധമാണോ അല്ലയോ എന്ന് പോലും നോക്കാതെ ഇറങ്ങിയതിന് കാരണം നിസ്സഹായത കൊണ്ടാണ്. സമൂഹം സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ. തിരുവനന്തപുരത്ത് നിന്നും ഷൈജു ചാവശ്ശേരിക്കൊപ്പം അജീഷ് ജയകുമാർ, 24.